ഹനീഫ്കടെ ഫസ്റ്റ് പടം സ്ക്രിപ്റ്റ് കഥ എഴുതുന്ന പടം പുള്ളിയുടെ പേര് അല്ല പറഞ്ഞത്, വേറെ ആരുടെ പേരിലാണ്. കാരണം പുള്ളിയുടെ പേരിൽ ഹനീഫ് വേണ്ട എന്ന് പറയുമെന്ന് പുള്ളിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ വേറൊരാൾ എഴുതിയാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ആദ്യമായിട്ട് ഈ കഥ കൊണ്ട് കൊടുക്കണത്. അതെടുത്തു. അത് ഇപ്പൊ ഈ സരിമേട്ടൻ പറഞ്ഞ കാര്യം, നമ്മള് ഈ നർമ്മം പറയുന്ന ഒരാള് നിങ്ങൾ ഇത്ര ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമെന്ന് വിചാരിച്ചില്ലെന്നൊക്കെ നമ്മളോടൊക്കെ പറയാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല സജഷനോ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം ഒരു സ്ഥലത്ത് പറഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ പറയുന്നു, അത് എന്തിനാ ഇവരിങ്ങനെ ഇതിനു മുമ്പ് വിചാരിച്ചു വെച്ചതെന്ന് അറിയത്തില്ല. പക്ഷെ ഹനീഫുക അതിനകത്ത് ഈ രണ്ടറ്റവും, അതായത് ഈ ലെവലേശം ചിന്തിക്കാത്ത ഒരാളായിട്ടുള്ള കഥാപാത്രം ചെയ്യണമെങ്കിൽ അതിന്റെ എക്സ്ട്രീമാണ്. മഹാനദി CID മൂസ പറക്കന്തളിയ ആ എക്സ്ട്രീം ഉണ്ട്. അത്ര എക്സ്ട്രീം ആയിട്ടുള്ള കഥാപാത്രങ്ങൾ രണ്ടു വശങ്ങളും എടുത്ത് ചെയ്തിട്ടുള്ള ഒരാളാണ് ഹനീഫുക എന്ന് പറയുന്നത്. ഈ പത്രം, ലേലം പോലെയുള്ള സിനിമകളിലൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളോ എന്താ സൂത്രധാരൻ അത് സംസ്ഥാന അവാർഡ് കിട്ടിയതാണ്. അത് ഹ്യൂമറും വില്ലനിസും കൂടെ ഒരേപോലെ കൊണ്ടുപോയിട്ട് മിസ്റ്റർ നന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മാറി മറിയുന്ന ഒരു ഭയങ്കര. പിന്നെ വേറെ രണ്ട് വിഷയമാണ്, ഞാനൊരു ഡയറക്ടർ എന്നുള്ള പുള്ളിയെ പണ്ട് പോലെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാം, 80 മുതൽ പുള്ളി ഹിറ്റുകൾ കൊടുത്തോണ്ടിരുന്നു. ഈ പറഞ്ഞ ഇതിഹാസം, രക്തം, ഇങ്ങനെ കുറെ പടങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. 3 മാസം മുമ്പ് തമിഴിലെങ്ങാണ്ട് തായ്ക്കൊരു താലാട്ടം അങ്ങനെയൊക്കെ ആയിരുന്നു.